സുറിയാനി സഭയ്ക്കുള്ള വേദനയും അറിയിക്കട്ടെ. എന്നാൽ ദീർഘകാലം ഈ സഭയുമായുള്ള വലിയ ബന്ധത്തിൽ ഒന്നിച്ചു പോകാനും കർത്താവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും യേശു എന്ന സുവിശേഷം ലോകത്തോട് പ്രാഗൽഭ്യത്തോടുകൂടെ ഏത് സമ്മേളനമായാലും അവിടെയെല്ലാം ലോകത്തോട് പറവാൻ പ്രാഗൽഭ്യത്തോടുകൂടെ ശക്തിയോടുകൂടെ സ്നേഹത്തോടുകൂടെ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കാൻ തരണം. പ്രിയപ്പെട്ട തിരുമേനിയുടെ വലിയ നേതൃത്വം ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരുന്നു. ഞാനൊരു വൈദികനാകുന്നതിന് എത്രയോ നാൾ മുമ്പ് തിരുമേനിയുമായി ഒരു യുവാവായിരിക്കുമ്പോൾ തന്നെ ബന്ധപ്പെടുവാനും സ്നേഹിക്കാനും കരുതുവാനും സാധിച്ചു. അന്ന് മുതൽ 9 വർഷം ഈ വലിയ ബന്ധത്തിൽ നിലനിൽക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചു, തിരുവല്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദൂരം കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ ഈ 50 വർഷവും എത്രയോ പ്രാവശ്യമാണ് തിരുവേലി തിരുവല്ലയിലും സഭയിലും മാരാമണ്ണും വന്നത്. തിരുവേലിയുടെ യാത്രകൾ എത്രയോ അതുല്യമായിരുന്നു. അത് ഞങ്ങളെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മാരാമൺ കൺവെൻഷൻ വന്നാലും ഒരാഴ്ച കൺവെൻഷൻ പന്തലിൽ താമസിക്കുകയും സ്നേഹസന്തോഷ സമൃദ്ധമായ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ആനന്ദിപ്പിക്കുകയും ചെയ്തു. ആരായിരിക്കും ഒരു മെത്രാൻ? അത് വലിയ തിരുമേനിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുല്യമായ സ്നേഹപ്രഭാവത്തിൽ ഞങ്ങളെ കൂട്ടി ചേർത്ത് നിർത്തുവാൻ കഴിയും. ഞാനും ഈ അരമനയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഔഗൻ തിരുമേനിയോടുകൂടെ യോഹന്നാൻ തിരുമേനിയോടുകൂടെ എല്ലാം ഈ അരമനയിൽ വന്ന് സ്നേഹം, സന്തോഷം, സൽക്കാരം എല്ലാം ചേർത്ത് നിർത്തി ക്രിസ്തീയ സ്നേഹത്തിൽ വളരുവാനും ബലപ്പെടുവാനും ദൈവം നല്ല അവസരങ്ങളൊക്കെ നടത്തുന്നു. തിരുമേനി ഓരോ വർഷവും ഒരു പുസ്തകം എഴുതണം എന്നുള്ള നിർബന്ധക്കാരനായിരുന്നു. 70ാമത്തെ പുസ്തകത്തിന് അവതാരം എഴുതാൻ എനിക്കാണ് ഒരു ഭാഗ്യം ലഭിച്ചത്. തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഏവർക്കും അനുഗ്രഹകരമായ ഒരു അനുഭവമായിരുന്നു. നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിടുക എത്ര ഭാഗ്യകരമായ ഒരു അനുഭവം. ദൈവം ഏൽപ്പിച്ചൊരു ജോലി ശുഷ്കാന്തിയോടുകൂടി അനുഗ്രഹകരമായി അനേകർക്ക് അനുഗ്രഹമായി ഈ സഭയ്ക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ സഭകൾക്കും ധന്യമായ നേതൃത്വം കൊടുക്കാൻ വലിയവനായ ദൈവം പ്രിയ തിരുമേനിയെ കൈകളിലെടുത്ത് ഉപയോഗിച്ചു. ഞങ്ങൾക്കെല്ലാം മാർഗനിർദ്ദേശമായി പ്രവർത്തിപ്പാൻ തക്കണം ദൈവം തിരുമേനിയെ സഹായിച്ചു. ദുഃഖത്തിലിരിക്കുന്ന ഈ സഭയോടെ ദൈവം കനിവ് കൊണ്ടിട്ട് അഭിയോഗ്യനായ ഔഗൻ തിരുമേനിക്ക് ആവശ്യമുള്ള ശക്തി ബലം ദൈവം കൊടുക്കട്ടെ. ഈ സഭയെ പരിരക്ഷിപ്പാൻ പരിലാളിപ്പാൻ മുന്നോട്ട് നയിപ്പാൻ ആവശ്യമുള്ള സ്വർഗീയ ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നൽവരും തിരുമേനിക്കും അന്യ തിരുമേനിമാർക്കും ഈ സഭയിലെ വൈദികർക്കും സുവിശേഷകർക്കും വിശ്വാസ ജനത്തിനും ദൈവം നൽകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മെത്രാന്മാരെല്ലാം പല സമയങ്ങളായിട്ട് ഇവിടെ വന്നു. മെത്രാപ്പൊലീത്ത തിരുമേനിച്ചുകൊണ്ട് എഴുന്നള്ളി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കുർലോസ് തിരുമേനി, തോമസ് തിരുമേനി, മക്കാരേസ് തിരുമേനി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പല സമയങ്ങളായിട്ട് വന്ന് തിരുമേനിയോടുള്ള ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അതേസമയം ദുഃഖവും രേഖപ്പെടുത്തുവാൻ ദൈവം ഒരു അവസരം തന്നു. ദുഃഖത്തിലിരിക്കുന്ന സഭയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്പുരാൻ്റെ അനുഗ്രഹം നമ്മോടും കൂടി ഇരിക്കട്ടെ. പ്രത്യാശയുടെ ഒരു പ്രവാചകനായിരുന്ന തിരുമേനി വരുവാനിരിക്കുന്ന നിത്യതയെക്കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ ഉറക്കെ പ്രസ്താവിക്കുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടൊരു ജീവനുണ്ട്, ഇത് കഴിഞ്ഞിട്ടൊരു ലോകമുണ്ട്. വലിയവനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ കാത്തിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നിത്യതയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉള്ളതല്ല തിരുമേനി പ്രഘോഷിക്കുമായിരുന്നു. അപ്രകാരം നിത്യതയിലാക്കാക്കി യാത്ര ചെയ്യുന്ന തിരുമേനി ഓർത്ത ദൈവത്തിൻ്റെ സ്തോത്രം. തമ്പുരാൻ തൻ്റെ മഹത്വത്തോടുകൂടെ എഴുന്നേറ്റ് വരുന്ന വലിയ ദിവസം കർത്താവിൽ ഭരിക്കുന്ന മൃതന്മാർ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുന്ന വലിയ നാളിന് വേണ്ടി ഒരുക്കത്തോടുകൂടി യാത്ര വന്ന തിരുമേനി ഓർത്ത സ്തോത്രം. നമുക്കെല്ലാവർക്കും പ്രത്യാശയോടുകൂടി ജീവിക്കാം. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കാണല്ലോ യാത്ര സുഗമമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്. ദൈവം കൊടുത്ത ഒരു ആയുസ് നന്നായി ജീവിച്ച് പൂർത്തിയാക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട തിരുമേനി ഓർത്ത ദൈവത്തിൻ്റെ സ്തോത്രം. തിരുമേനിയുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം. എന്നും ഞങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തിയ തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് മൊത്തമാ സുറിയാനി സഭയ്ക്കുള്ള ഖേദവും പരിശോധനയും